ജിത്തു മാധവിൻ്റെ റൈറ്റിംഗ് ആണ്. ഷൈജു ഖാലിദാണ് ഇതിൻ്റെ ക്യാമറ വർക്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്. അത് തന്നെ വളരെ കാച്ചി ആയിട്ടുള്ളൊരു കാര്യമാണ്. ബട്ട് ദെൻ ചിദംബരമാണ് ഇതിൻ്റെ ഡയറക്ടർ. മലയാളത്തിൽ ആദ്യത്തെ 200 കോടി മഞ്ഞുമ്മൽ ബോയ്സ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന ചിദംബരത്തിൻ്റെ സിനിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമയിൽ വളരെയധികം പ്രതീക്ഷയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്രെയിലറിലേക്ക് പോകാം. വിഷ്വല് ഈ പയ്യനെ കണ്ടോ? എന്റെ പേര് മേരി ലൂക്ക ഷർലി അഭിജിത് കുമാർ. ഓ, നമ്മളത് ഓർത്ത് വെക്കണം, പഠിക്കണം. പയ്യൻ മിസ്സിങ്. എന്തെങ്കിലും ചെയ്യുമോ? പറയാൻ പറ്റില്ല. പേരുണ്ടോ? അമ്മ അവരെന്തെങ്കിലും ചെയ്യുമോ? കേസിലെ പ്രതിയോ സാക്ഷിയാകാൻ ചാൻസ് ഉണ്ട്. ആരോടും പോയി കഥ ഒന്നും പറഞ്ഞു നോക്കരുത്, പ്രത്യേകിച്ച് പോലീസുകാരോട്. നിന്റെ ചെക്കനെ തേടി വെട്ടിക്കണ്ടിച്ച് കുഴിച്ച് ഓടിയോ? അതാണോ നിന്റെ ഒരു സ്റ്റൈല്? എന്തായിരുന്നു പറയടാ? അമ്മ. ഓ മാൻ, ഈ ട്രെയിലർ ഒരു അപാര സാധനമാണ്. വളരെ നിഗൂഢമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നിറഞ്ഞ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെയാണ് കഥാപാത്രങ്ങളും. അവർക്ക് ഒരുപാട് സീക്രട്സ് ഉണ്ട്. ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി റിവീലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുപോലെയുള്ള സംഭവങ്ങളും നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ ഈ വിഷ്വൽ ഭയങ്കരമായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എന്നെ ശരിക്കും ക്യാച്ച് ചെയ്ത ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് വിഷ്വലാണ്. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു സ്റ്റോറിയിലെ ആ ഒരു പോക്കാണ്. കഥാപാത്രങ്ങൾ പ്രത്യേകിച്ച് ആ അമ്മയും മകനും പേരുകൾ തന്നെ പല പേരുകളാണ് പറയുന്നത്. ഇവർക്ക് ഓരോ കഥകളുണ്ട്, സംഭവങ്ങൾ. കണ്ടിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് പുള്ളിക്കാർ ജയിലിൽ കിടന്നിട്ടുണ്ട്. മേ ബി ജയിലിൽ കിടന്ന് പ്രസവിച്ചിട്ട് വളർന്നു വന്ന കുട്ടിയും കൂടി ആയിരിക്കും. പിന്നീട് അവർ പുറത്ത് വന്നതിന് ശേഷമുള്ള കഥയായിരിക്കും. ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ കാണിച്ച ലാസ്റ്റ് കണ്ടതുപോലെ തന്നെ ഒരു അമ്മച്ചിയെ നോക്കാൻ നിന്ന സമയത്ത് ചിലപ്പോൾ അവരെ അറ്റാക്ക് ചെയ്ത് കൊന്നതോ അങ്ങനെയൊക്കെ. ഞാനിങ്ങനെ കൂടുതൽ കഥ ഇങ്ങനെ റിവീൽ ചെയ്യുന്നിട്ടുള്ള ചിന്തകളൊന്നും ചിന്തിക്കുന്നില്ല. കാരണം എനിക്കിതല്ലാതെ കാണണമെന്നുണ്ട്. ആ ഒരു ത്രില്ലിങ് എലമെൻറ്റ് ഈ സിനിമയ്ക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്ര അടിപൊളി ഒരു ട്രെയിലറായിട്ടുണ്ട്. പിന്നെ ഇതിൽ ആ കുട്ടി നിഗൂഢത എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ എല്ലാ ക്വാളിറ്റീസും കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള തരത്തിലുള്ള വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള അവൻ്റെ നോട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു സിനിമയിൽ വേണമെങ്കിൽ നമുക്ക് എൻ്റയർലി അവനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ സിനിമ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവൻ്റെ ജസ്റ്റ് വെറുതെ ഒന്ന് നിന്നാൽ മതി ആശാൻ. നല്ല ഒരു രസമുണ്ട്. ആ ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടർ അവന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫർസാനയാണെന്ന് തോന്നുന്നു അമ്മയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആൻഡ് എനിക്കറിയില്ല, ഞാനിപ്പോൾ ഇതിൽ ഡീറ്റെയിൽ കാസ്റ്റിൽ കണ്ടതാണ്. ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ചില സമയത്തുള്ള നോട്ടങ്ങളാണെങ്കിലും അടിപൊളി. ഇവർ രണ്ടുപേരിൽ നിന്നും കൂടെ തന്നെയാണ് കഥ പോകുന്നത്. ആൻഡ് ഇവരുടെ രണ്ടുപേരുടെയും ആ പെർഫോമൻസും ഇവർ രണ്ടുപേരിലൂടെ കഥ പോകുന്നതും കാണാനായിട്ട് ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ വെർത്താണ്. എസ്പെഷ്യലി ഇതിൻ്റെ വിഷ്വൽസും കൂടി ആകുമ്പോൾ. മ്യൂസിക് പറഞ്ഞില്ല, ഫൈനലിൽ എത്തുമ്പോഴത്തേക്കും ആ ട്രെയിലർ ആദ്യം ഒരു സൈലൻസിൽ നിന്ന് ആരംഭിച്ച് പതുക്കെ ആ ഒരു മ്യൂസിക്കിലേക്ക് എത്തുമ്പോൾ ഇറ്റ്സ് അടിപൊളി. ആൻഡ് ശരിക്കും നമ്മളെ ക്യാപ്റ്റിവേറ്റ് ചെയ്യുന്ന ഒരു
കീഡു ട്രെയിലറാണ് ഇപ്പോൾ നമുക്ക് ബാലനിൽ കാണാൻ പറ്റുന്നത്. സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ പറ്റുകയാണെങ്കിൽ പോയി കാണുക. എനിക്ക് പറ്റിയാൽ ഞാൻ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുന്നതായിരിക്കും. ഇല്ലെങ്കിൽ OTTയിൽ വന്നതിന് ശേഷം ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ട്രെയിലർ കണ്ട ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.